പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ സോക്കർ സാഗ വേൾഡ് കപ്പ് ക്യൂസ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ചോദ്യം ഒരിക്കൽ കൂടി. നമ്മുടെ ചോദ്യം, ലോകകപ്പ് നഷ്ടമാക്കിയ പെനാൾട്ടി കിക്ക് 1994 അമേരിക്കയിൽ നടന്ന ഈ വേൾഡ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ഈ പെനാൾട്ടി കിക്ക് നഷ്ടമാക്കിയ ആ കിക്കെടുത്ത താരം ആരായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ആ നിർഭാഗ്യവാനായ താരത്തിന്റെ പേര് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി പേരാണ് ശരിയുത്തരം അയച്ചത്. ശരിയുത്തരം റോബർട്ട് ബാജിയു എന്നുള്ളതാണ്. റോബർട്ടോ ബാജിയു എന്നതാണ് ശരിയായ ഉത്തരം. നിന്ന് നിൽപ്പിൽ മരിച്ചുപോയാൽ എന്ന് നമ്മൾ പറയില്ലേ, യഥാർത്ഥത്തിൽ ബാജിയെ കുറിച്ച് അങ്ങനെ ഒരു വാചകം തന്നെയുണ്ട്. കാര്യം ആ അവസ്ഥയാണ്. ഇറ്റലിയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ. ഓർമ്മിക്കണം, ഫിഫയുടെ തന്നെ ബാലൻഡിയോർ പുരസ്കാരം നേടിയ ഒരു താരമായിരുന്നു. വെള്ളാരം കല്ലുപോലെയുള്ള കണ്ണുകളുള്ള, തലമുടി ഇങ്ങനെ ഒരു പോണിടെയിൽ പോലെ കൊരുത്തിട്ടിരിക്കുന്ന നമ്മുടെ റോബർട്ടോ ബാജിയു, മുൻ ബാലൻഡിയോർ ജേതാവ്. സെമിയിലെ 2 ഗോളടക്കം ആ ലോകകപ്പിൽ 5 ഗോളുകൾ സ്കോർ ചെയ്ത് താരപ്രഭയിൽ നിൽക്കുന്ന താരം. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ പെനാൾട്ടി ഷൂട്ടൗട്ട് പാഴാകുമെന്ന്. 3 പേർ ഇറ്റലിയിൽ അന്ന് പെനാൾട്ടി ഷൂട്ടൗട്ട് പെനാൾട്ടി പാഴാക്കിയിട്ടുണ്ട്. ടീമിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കാണ് റോബർട്ടോ ബാജിയോ വഹിച്ചത്. പക്ഷെ ഫൈനലിലെ ആ കിക്കിൽ എല്ലാ കാലത്തും ഓർമ്മപ്പെടുന്ന ഒരു വലിയ ദുരന്ത നായകനായി റോബർട്ടോ ബാജിയോ മാറുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റോബർട്ടോ ബാജിയോ എടുത്ത ആ കിക്ക് മാത്രമല്ല അന്ന് ഇറ്റലിക്ക് പിഴച്ചത്. അന്ന് ബെരേസി എടുത്ത ആദ്യത്തെ കിക്ക് തന്നെ പിഴച്ചു. മസാരോ എടുത്ത നാലാമത്തെ മറ്റൊരു കിക്ക് കൂടി പിഴയ്ക്കുന്നുണ്ട്. അതേസമയം ബ്രസീലിനെ സംബന്ധിച്ച് ഈ ലോകകപ്പ് ഫൈനൽ 1994 ലോകകപ്പ് ഫൈനൽ ഒരു ചരിത്രം കൂടിയായിരുന്നു. തുടർച്ചയായി 3 തവണ ലോകകപ്പ് നേടിയ ബ്രസീലിന് 4ാമത്തെ കപ്പ്, യഥാർത്ഥത്തിൽ അത് ലോകകപ്പ് ആയിരുന്നില്ല അതുവരെ നേടിയത് ബ്രസീൽ, യൂൾഡ്രിമേ കപ്പായിരുന്നു. പിന്നീടാണല്ലോ ലോകകപ്പ് ഫിഫ വേൾഡ് കപ്പായി മാറുന്നത്. ബ്രസീലിന്റെ ആദ്യത്തെ വേൾഡ് കപ്പാണ്. യൂൾഡ്രിമേ കപ്പിന് ശേഷം 4ാമത് ഒരു ലോകകപ്പ് മത്സരം ജയിക്കുകയാണ്. ആ കപ്പ് നേടിയത് ആദ്യമായിട്ടായിരുന്നു ബ്രസീൽ ആ അർത്ഥത്തിൽ. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ടൈറ്റ് മത്സരം, കൃത്യസമയത്തും എക്സ്ട്രാ ടൈമിലും ഈക്വലായിരുന്നു 2 പേരുടെയും സ്കോർ. അതിനുശേഷമാണ് പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോയത്. ഒരു കഥ കൂടിയുണ്ട് കേട്ടോ. കാര്യം ലോകകപ്പിൻ്റെ അതുവരെയുള്ള ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഫൈനൽ മത്സരം ഇങ്ങനെ പെനാൾട്ടി ഷൂട്ടൗട്ടിലൂടെ നിശ്ചയിക്കപ്പെട്ട മത്സരം കൂടിയായിരുന്നു. 94 വരെ പെനാൾട്ടി ഷൂട്ടൗട്ട് ഫൈനലിൽ ഉണ്ടായിരുന്നില്ല, അഥവാ പെനാൾട്ടി ഷൂട്ടൗട്ട് മൂലം റിസൾട്ട് വന്നിട്ടില്ല. ഇത് അങ്ങനെ പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നു, ചരിത്രം കുറിക്കുന്നു. റോബർട്ടോ ബാജിയോ വന്ന് കിക്കെടുക്കുന്നു, കിക്ക് പാഴാവുന്നു. അങ്ങനെ ദുരന്ത നായകനായി റോബർട്ടോ ബാജിയോ. പക്ഷേ എക്കാലത്തെയും മികച്ച ഇറ്റാലിയൻ സ്ട്രൈക്കറായിരുന്നു നമ്മുടെ റോബർട്ടോ ബാജിയോ. അപ്പോൾ റോബർട്ടോ ബാജിയോയുടെ ശരിയുത്തരം എഴുതിയവരിൽ നിന്നും നറുക്കെടുത്തതിൽ നമ്മൾ വിജയെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ അടുത്ത വിന്നർ കണ്ണൂർ അഴീക്കൽ സ്വദേശി വിനീഷ്. കൺഗ്രാറ്റുലേഷൻസ് വിനീഷ്. കണ്ണൂർ അഴീക്കൽ സ്വദേശിയാണ് നമ്മുടെ വിനീഷ് റോബർട്ടോ ബാജിയോ പോലെയുണ്ട് അല്ലേ? അപ്പോൾ വിനീഷ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ് വിനീഷ്. കൺഗ്രാറ്റുലേഷൻസ്. ഗുഡ് മോർണിംഗ് സാർ. വിനീഷിനെ കണ്ടപ്പോൾ റോബർട്ടോ ബാജിയോ പോലെ ഉണ്ടല്ലോ. സാറിന്റെ അതേപോലെ അല്ലേ ഉള്ളത്? വിനീഷ് എന്താ ചെയ്യുന്നത്? ഞാൻ ഇലക്ട്രോണിക്സ് ആണ്. ഫുട്ബോൾ വാച്ച് ചെയ്യാറുണ്ടോ? ഫുട്ബോൾ ഭ്രാന്തനാണോ? ഭ്രാന്തനല്ലെങ്കിൽ നല്ലോണം ഫുട്ബോളിൽ കാണും. കളിക്കാറുണ്ടോ? ഇപ്പൊക്കെയല്ല, കുറച്ച് മുമ്പൊക്കെ കളിക്കാറുണ്ടായിരുന്നു. ഈ 94 കളി ഓർമ്മയുണ്ടോ? അന്ന് ഫൈനൽ കണ്ടിരുന്നു. ഈ ബോള് അടിച്ചത് നേരെ മുകളിലേക്ക് അടിച്ചത്. ഈ അന്ന് ക്യാപ്റ്റനായ ബെരേസി അടിച്ച ബോളും ആ സ്ട്രൈക്ക് ഇതിന്റെ മുകളിലൂടെ പോയത്, ബാറിന്റെ മുകളിലൂട്ടാ പോയത്. എന്നിട്ട് അവനിങ്ങനെ തലയും കുത്താക്കി ഇരുന്നത് ഭയങ്കര ഒരു സങ്കടപ്പെട്ട നിമിഷമായിരുന്നു അല്ലേ? ഭയങ്കര. ശരിക്കും കിക്ക് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രമായിരുന്നു റോബർട്ടോ ബാജിയോ. അതെ, അതുവരെ നല്ലോണം കളിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഇക്കുറി ആരാണ് ഫേവറേറ്റ് ടീം? നമ്മുടെ ടീം ഇംഗ്ലണ്ട്. ആഹാ, ഗ്രേറ്റ്. ഇംഗ്ലണ്ടാണ്. സാധ്യതയുണ്ടോ ഇക്കുറി? ഇംഗ്ലണ്ട് ഇപ്പൊ എല്ലാ വർഷവും നല്ല സാധ്യതയുള്ള ടീമാണ് ഇംഗ്ലണ്ട്. പക്ഷേ കളിക്കാൻ വേൾഡ് കപ്പിൽ എത്തുമ്പോ എന്താ പറ്റുന്ന അറിയില്ല. അപ്പൊ പ്രതീക്ഷയോടെ ഇരിക്കുക. നമ്മുടെ സ്റ്റീഫൻ ജെറാൾഡും മറ്റേ ഇവരെല്ലാം സ്റ്റീഫൻ ജെറാൾഡിന്റെ സമയത്തായിരുന്നു, ബെക്കാമെല്ലാം ഉള്ള സമയത്തായിരുന്നു ഒരു ഫാനായത്. ബെൻഡിറ്റ് ലൈക്ക് ബെക്കാം എന്നൊരു പ്രയോഗമുണ്ട്, കേട്ടിട്ടുണ്ടോ? ബെൻഡിറ്റ് ലൈക്ക് ബെക്കാം. ബെക്കാമിന്റെ ഫേവറേറ്റ് എന്താണെന്ന് അറിയില്ലേ? ഫ്രീ കിക്ക് അല്ലേ? ഇങ്ങനെ മഴവില്ല് പോലെ വളഞ്ഞു വരും. ബെൻഡിറ്റ് ലൈക്ക് ബെക്കാം അല്ലേ? അതേപോലെ മോൻ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തായിരുന്നു ഈ കിസ് ഉണ്ടായത്. അപ്പൊ അവന് പറഞ്ഞു ഒരു റിപ്പോർട്ടറിന്റെ ഫുട്ബോളിൽ കളിക്കണം. ആണോ? വെരി ഗുഡ്. അപ്പൊ ഫുട്ബോൾ നേരെ വീട്ടിലേക്ക് എത്തും കേട്ടോ. വേദിക്ക് മോന്റെ പേര് വേദിക്ക്.
മോന്റെ പേരെന്താ? വേദിക്. വേദിക്കിന്റെ ഫേവറേറ്റ് സ്റ്റാർ ആരാണ്? മെസ്സി. മെസ്സി. ഓക്കെ, അപ്പൊ വേദിക്കിന് കൂടി ഒരു കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. മോളും ഈ മെസ്സിന്റെ ഫാനാണ്. ഓ വെരി ഗുഡ്. അപ്പൊ ഒരു സമ്പൂർണ്ണ ഫുട്ബോൾ കുടുംബമാണ്. അതെ. അപ്പൊ എന്തായാലും ആഘോഷിക്കും ഇത്തവണത്തെ ഫുട്ബോൾ. നമ്മുടെ അഴീക്കലിൽ എല്ലാവർക്കും ഒരു ഫുട്ബോൾ ആവേശം, ഒരു ഹായ് പറഞ്ഞു. അപ്പൊ അഴീക്കലിലുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വിനീഷിന്റെ വക ഹായ്. അപ്പോ പ്രിയപ്പെട്ടവരെ റിപ്പോർട്ടറിന്റെ ഹായ്. അപ്പൊ അഴീക്കലിലേക്ക് ഒരു ഫുട്ബോൾ നമ്മൾ എത്തിക്കും. ഓക്കെ. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് വിനീഷ്. താങ്ക് യു. അപ്പോൾ താങ്ക് യു വിനീഷ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രണ്ടാമത്തെ വിജയി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സമ്മാനം വിനീഷിന്റെ അഴീക്കലിലേക്ക് അയച്ചു കൊടുക്കും.